എവിടെ നോക്കട്ടെ എന്താ ഇത് നോക്കണേ കണ്ട എന്താ ഇത് നമ്മള് ടെസ്റ്റിന്റെ ആൾക്കാരൊക്കെ പ്രഖ്യാപിച്ചില്ല ടെസ്റ്റിന്റെ ഒക്കെ വിട് അതിനേക്കാളും വലിയ സംഭവം ഇതാ എവിടെ ഇതുണ്ടാ ആ ആരായിരിക്കും നിന്റെ അഭിപ്രായത്തില് എന്തായാലും ശ്രേയസ് അയ്യർ തന്നെ T20 ക്യാപ്റ്റൻ? അത് ഉറപ്പ് ശ്രേയസ് അയ്യർ തന്നെ കുറെ നാളായില്ലേ പാവ വൈസ് ക്യാപ്റ്റനൊക്കെ ആയിട്ട് ഇപ്പൊ ക്യാപ്റ്റൻ ആവട്ടെ എത്ര നാളിങ്ങനെ വൈസ് ക്യാപ്റ്റനൊക്കെ ആയിട്ട് നടക്കും അല്ലേ സഞ്ജു കുഴപ്പം സഞ്ജു ഇല്ലല്ലോ ടീമില് സഞ്ജു T20 ഉണ്ടല്ലോ T20 പിന്നെ പക്ഷെ ശ്രേയസാണ് T20 ഇല്ലാത്തത് ഇല്ലേ ഇല്ല വരുന്നു പറഞ്ഞായിരുന്നു വരുന്നു വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാത്തിലും എല്ലാ ഫോർമാറ്റിലും കളിക്കാൻ വേണ്ടിട്ട് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു സഞ്ജു ഓൾറെഡി കുറെ നാളെ T20 കളിക്കുന്നതല്ലേ ഇനി ടെസ്റ്റ് പോയി കളിക്കട്ടെ അല്ലേ ടെസ്റ്റ് പോയി കളിക്കാനാ ടെസ്റ്റ് ഇതുവരെ കളിച്ചിട്ടും കൂടി ഇല്ല. എനിക്ക് തോന്നുന്നത് ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ ആവാൻ പോണ T20 പക്ഷെ നമ്മളെ ഗംഭീർ അണ്ണന്റെ ചോയ്സ് സഞ്ജു ആണ്. കാരണം വെച്ചാൽ അന്ന് മറ്റേ ഇതൊക്കെ എടുത്തു കൊടുത്തല്ലേ കൊൽക്കത്തയുടെ എടുത്തു കൊടുത്തു കഴിഞ്ഞ പ്രാവശ്യം പഞ്ചാബിന്റെ എടുക്കാൻ പോയി പക്ഷെ എടുക്കാൻ പറ്റില്ല ഇപ്രാവശ്യം പകുതി വഴി കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റാണ്ട് തിരിച്ചുപോയി. അതിനകത്ത് വേറൊരു കാര്യം പറയട്ടെ, എവിടെയോ കിടന്ന മൂലക്കിടന്ന IPL ഇതുവരെ ഒരു ഫാൻ ബേസ് പോലും ഇല്ലാത്ത രാജസ്ഥാൻ റോയൽസിനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് ആ ഒരു ഇത്രയും വർഷത്തെ ആ ഒരു സംഭവം എക്സ്പീരിയൻസിലൂടെ ആള് ആ ഒരു രാജസ്ഥാനെ സെറ്റ് ആക്കി എടുത്തത് ശരിക്കും സഞ്ജു സാംസൺ ആണ്. പക്ഷെ ഇപ്പൊ എന്തായാലും ചെന്നൈയിലോട്ട് പോയില്ലേ, ഇപ്പൊ രാജസ്ഥാനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. രാജസ്ഥാനില് സൂര്യവംശി ഉണ്ടല്ലോ, കഴിഞ്ഞ കഥയില്ലേ ഇപ്പൊ പാവം കല്യാണം പോലും കഴിക്കാണ്ട് സഞ്ജു അല്ല കല്യാണം പാഷൻ കല്യാണം പോലും കഴിക്കാണ്ട് ആ ഒരു പാഷൻ ഇട്ട് ഇപ്പോഴും ആ നിൽക്കുന്നത് കണ്ട, ഓടിപ്പിടിക്കുന്നത് ചാടി പിടിക്കുന്നത് എന്തൊക്കെ രീതിയിലാണ് ആ ക്യാച്ചൊക്കെ പിടിക്കുന്നത്. എത്രയൊക്കെ ഓടിയിട്ടാണെന്നുണ്ടെങ്കിൽ അവരുടെ പരിക്ക് ഇവിടെ പരിക്ക് ജീവൻ നഷ്ടമാകുന്ന ടൈപ്പിലുള്ള പരിക്ക് വരെ വന്നിട്ടാണെങ്കിൽ ഇപ്പോഴും അത് കഴിഞ്ഞിട്ടും അസ്ത്ര വന്നു കഴിഞ്ഞിട്ട് പിന്നെയും ചാടി പിടിക്കും. എത്ര ദൂരം പോയിട്ടുണ്ടെങ്കിലും ചാടി പിടിക്കണം. ആ ക്യാച്ച് കണ്ടില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കല്ലേ നമുക്ക് ശരിക്കും ക്യാപ്റ്റൻസി കൊടുക്കേണ്ടത്. അല്ല ചാടി പിടിക്കുക അതൊരു കഴിവല്ലേ, ക്യാച്ച് എടുക്കാന്ന് പറയുന്ന ഒരു കഴിവന്നെയാണ്. ആ ഒരു ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവും ഇയാളെ നമുക്ക് ക്യാപ്റ്റൻ ആക്കാൻ പറ്റിയ ഒരാളാണ്. പിന്നെ അതായത് നമ്മുടെ വിരാട് കോഹ്ലി അങ്ങനത്തെ സാധനമൊന്നും കാണിക്കില്ല. സഞ്ജു സൂപ്പർ കൂൾ കാം ആൻഡ് ക്വൈറ്റ്. അറിയില്ലേ സഞ്ജു എങ്ങനെയാണ് അത്രയും കാം, അതായത് ഏകദേശം നമ്മള് ഇത്രയും കാലമായിട്ട് ലെജൻഡറി ആയിട്ട് അറിയപ്പെടുന്ന നമ്മളെ MS ധോണി ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് കാമിന്റെ കാര്യത്തില് സഞ്ജു സാംസൺ. അത് ടെസ്റ്റിലാവട്ടെ, ടെസ്റ്റിൽ കളിക്കട്ടെ. ടെസ്റ്റിൽ ആദ്യം സഞ്ജുവിനെ എടുക്കട്ടെ, എടുക്കാൻ പറ. നിങ്ങൾ ഫാൻസിലെ പറയേണ്ടത് സഞ്ജുവിനെ ടെസ്റ്റ് ഒരു കാര്യം സഞ്ജു വെള്ള ഡ്രസ് ഇട്ടിട്ട് കളിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും കുറെ കളിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും സഞ്ജു വൈറ്റ് ഡ്രസ് ഇട്ടിട്ട് ക്യാപ്റ്റൻ ആവട്ടെ. ടെസ്റ്റില് T20 ശ്രേയസ് അയ്യർ ആവട്ടെ. പാവം ക്യാച്ചൊക്കെ അത്ര കഷ്ടപ്പെട്ട് കല്യാണം പോലും കഴിക്കാണ്ടാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അത്ര ഫാമിലിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, സ്വന്തം ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് മാത്രം കൊടുക്കുന്ന ശ്രേയസ് അയ്യർക്ക് മാത്രമാണ് അവർ ക്യാപ്റ്റൻ ആവാനുള്ള ഒരു ഗുമ്മുള്ളത്. സഞ്ജു മാറിക്കങ്ങട് സഞ്ജു മതി.